ഹലോ, ഇന്ന് നമ്മളൊരു നല്ലൊരു വെജിറ്റബിളായിട്ടാണ് വന്നേക്കുന്നത്. കോവയ്ക്ക ഒരു വലിയൊരു ഗുണകരമുള്ള പച്ചക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ടി സാധനം നമുക്ക് നോക്കിയാലോ. 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു പച്ചമുളക്, കുറച്ച് വേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി പാത്രം വെച്ചു ആവശ്യത്തിനുള്ള നമുക്ക് അതിനകത്തിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് 1/4 ടീസ്പൂണ് കടുകും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ആ ഒരു മൂക്കുന്ന വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാതെ. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തുള്ള എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂടി നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ സ്ഥലത്തുനിന്നും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ അരിഞ്ഞ കോവയ്ക്കയും കൂടി അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ കോവയ്ക്കൊക്കെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ഒഴിക്കണമെന്നില്ല ഈ വെജിറ്റബിളിന്. ജസ്റ്റ് ഒന്ന് ഓൾറെഡി ആ കോവയ്ക്കകത്ത് ഒരു വെള്ളത്തിൻ്റെ ഒരു അംശമുണ്ട്, അതിനകത്ത് ഒരു വാട്ടറിയാണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോവയ്ക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ സ്ഥലത്തു നിന്നും നമുക്കൊന്ന് അതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മസാലയും എല്ലാം കൂടി ഒന്ന് അതിനകത്തോട്ടൊന്ന് സെറ്റാവാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി ഇളക്കി കൊടുക്കാം. അങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റത്തേക്ക് നമുക്കൊന്നത് മൂടി വയ്ക്കാം. അപ്പം അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. മൂടി വയ്ക്കുമ്പോൾ ആ ഒരു ഇതിനകത്തോട്ട് നല്ലപോലെ ഒന്ന് വെന്ത് വരും. അപ്പം അങ്ങനെ കോവയ്ക്ക നമുക്ക് എല്ലാ സ്ഥലത്തു നിന്നും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ സ്ഥലത്തു നിന്നും നന്നായി ആയി വന്നിട്ടുണ്ട്. പിന്നെ ഈ പച്ചക്കറി വളരെ ഗുണകരമായ ഉള്ളൊരു പച്ചക്കറിയാണ്. വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ ഷുഗറിൻ്റെ ലെവൽ കുറയാനും ഷുഗർ പേഷ്യൻസിന് ഒത്തിരി നല്ല വെജിറ്റബിളാണ്. എന്നിട്ട് ഒരു 2 ടീസ്പൂണ് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനകത്തോട്ട്. തേങ്ങ ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റബിൾ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.